എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട മസാല തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ എണ്ണ മതി കേട്ടോ. സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള എണ്ണ മതി. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 3 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എന്തുമാത്രം മുട്ട മസാല ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് ഞാനൊരു 4 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സവാളയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക. എന്നിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പം മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഈ മസാല ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ആ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ ശേഷം അടച്ചു വെച്ച് ചെറുതീയിൽ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു അടപ്പ് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിടണം. തിരിച്ചിടുന്ന ഒരു ടാസ്ക്കാണ്. എന്നാലും അത്യാവശ്യം നമുക്ക് നല്ലൊരു വലിയ പാത്രം എടുത്ത് ഇതിനെ ഒന്ന് തിരിച്ചിടാവുന്നതാണ്. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. കാരണം അത് നന്നായിട്ട് വെന്തത് തന്നെയാണ്. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട മസാല തന്നെയാണ്. തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കി. ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.